ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയ്ക്ക് വാട്ടാം. എന്നാലും നമ്മൾ പറയണ നമ്മുടെ എക്സ്പ്ലനേഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ അബി എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അബിയുടെ ഗെയിം ക്യാരക്ടറാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അബിയുടെ ഗെയിം സീനാണ് നമ്മൾ കളിക്കാനിന്ന് പോകുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തോളാം. ഓക്കെ ഗൈസ്, നമ്മളിതേ ഒരു സോമ്പിനെ കൊണ്ടുവിടാം. അപ്പോൾ നമുക്ക് വേഗം ഓടിപ്പോകാം. കാരണം നമ്മുടെ കയ്യിൽ ഗൺസും വെപ്പൺസും ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് കത്തി കൊണ്ട് അവരെ കൊന്ന കുറേ പേര് വരും. കൊന്നാലും നമുക്ക് കുറേ പേര് വെച്ചാൽ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ രക്ഷപ്പെട്ട് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ ഇതിലേക്ക് കാട്ടാം. എന്നാലാണ് പറയണത് നമ്മുടെ എക്സ്പ്ലനേഷൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ഓടി പോകട്ടോ. നമുക്ക് നല്ല കെയർഫുള്ളായിട്ട് ഇരിക്കണം. നമ്മളത് അബി നല്ല പേടിയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ അവസ്ഥയിൽ നല്ല പേടിയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോകാട്ടോ. സോംബികൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്ത് നമ്മളെ സോംബി ആവട്ടാ. നമുക്കിവിടെ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ നോക്കാം. ഓക്കെ, നമുക്കിവിടെ അടുത്ത് വീടും ടൗണൊന്നും കാണുന്നില്ല കേട്ടോ. നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയത് ഇവിടെ നിറച്ച് സോംബീസാണ്. നമുക്ക് സേഫ് ഹൗസ് ആയിട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാൻ വേറെ സ്ഥലമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ഓടി പോകാട്ടോ. ഈ സോംബികൾക്ക് ഓടാൻ അത്ര കഴിവില്ലെങ്കിലും പക്ഷെ നല്ല പവർ ഉണ്ടാവും. വീട്ടിൽ ചെയ്യാൻ അവിടെ കിടക്കും. നമ്മളെ കടിച്ച് കയറി വലിച്ച് കൊണ്ടുപോട്ട് കഴിച്ചു. അപ്പം ഇവിടെ ഒരു സ്ഥലമുണ്ട്. നമുക്ക് എന്തായാലും വീട്ടിൽ ചാടി രക്ഷപ്പെടാട്ടാ. ഇവിടെ സോംബീസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് കഴിച്ചു. അപ്പോൾ സോംബീസിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മളിത് പേടിച്ച് കറച്ചാണ് പോകണം. നമ്മുടെ പിന്നാലെ സോംബീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോകാം. നമ്മുടെ സ്റ്റെപ്പ് കയറി ഇതേ നമ്മളിവിടെ ഇടവഴിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇടവഴി കൂടെ പോകാം. ഓക്കെ ഗൈസ്, ഇതേ നിറച്ച് സോംബികൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പെട്ടുപോയി കഴിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ രക്ഷപ്പെടാം. ഇവരെ കടിയൊക്കെ ആയിട്ട് ആ ഗ്രില്ലുള്ള കാര്യം നമുക്ക് എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, ഇതേ ഒരു സോംബി നമ്മുടെ കയറി പിടിച്ചാൽ അങ്ങനെ കൈ മാറ്റി ഇതേ നമ്മുടെ വണ്ടി വേഗം പോകട്ടെ. ഈ നമ്മുടെ സോംബികളുടെ കൈയൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ സോംബി മാന്തിയാലും നമ്മുടെ ഓക്കെ ഗൈസ്, ദേ നമ്മുടെ സോംബി നമ്മുടെ മേത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് വേഗം ഡിഫെൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ വേറെ ഓക്കെ ഗൈസ്, ദേ നമ്മുടെ സോംബി നമ്മുടെ മാന്തി പൊളിക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പെട്ടുന്നു. ഓക്കെ ഗൈസ്, ദേ എവിടുന്ന് ഒരാൾ നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തോക്കൊണ്ട് സോംബിനെ വെടി വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് മിസ്സിനിടെ ചാവാൻ പോകേണ്ടത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ജോയിലും ടോമിയും ഗൈസ്. നമ്മുടെ ജോയിലും ടോമിയാണ് നമ്മളെ രക്ഷിച്ചത്. അപ്പോൾ നമ്മളിത് എൻ്റെ ഫോണിൽ ജസ്റ്റ് മിസ്സായിട്ട കഴിച്ചു. ഞാൻ ചത്തു എന്നാണ് വിചാരിച്ചത്. നമ്മുടെ അബിയുടെ ക്യാരക്ടർ ഇതോടുകൂടി അവസാനിച്ചെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ദേ അവിടെ ദേ സോംബി ഉണ്ടായിരുന്നു. നമ്മുടെ ദേ അവൻ തീ എടുത്ത് എറിഞ്ഞ് അവിടെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഗൈസ് ഇവിടെ ഡോറുണ്ട്. നമുക്ക് എന്തായാലും ഇതിൽ കൂടെ പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ ദേ ഇവരങ്ങനെ ദേ ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ വിഷയം തന്നെ കേട്ടോ ഗൈസ്. ഞാൻ വിചാരിച്ച അബിന്ന് കഴിഞ്ഞ് അവൻ്റെ ക്യാരക്ടറിൻ്റെ ഗെയിം പ്ലേ നിന്ന് തീർന്നു എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് അവളുടെ പണിക്കൂട്ടി തീരുന്നുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് സോംബികൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് വേറെ ആരും ഇല്ലാണ്ട് ചുറ്റും. അപ്പോൾ നമ്മുടെ ദൈവം സഹായിച്ചത് നമ്മുടെ രണ്ട് ജോയിലും ടോമിയും വന്നിട്ടുണ്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് തോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും സോംബിനെ കാണണമെങ്കിൽ വെടി വെച്ച് കളയാട്ടോ. നമ്മുടെ തോക്ക് വന്നിട്ട് അപ്പോൾ ഇതിൽ കൂടെ സോംബീസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളിത് ഒരു സാധനം ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് തല്ലി പൊളിക്കാനായിട്ട് പൈപ്പ് റേഞ്ച്. ഓക്കെ, നമ്മളിത് പൈപ്പ് കൊണ്ട് തലമട്ടടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത് നല്ലൊരു മൂവായിരുന്നു. അപ്പോൾ നമുക്കിത് ഇവിടെ വേറെ സോംബി ഉണ്ട് കേട്ടോ. ഗൈസ്, സോംബികൾ കയറി വരുന്നുണ്ട്. നമുക്കിത് ഓക്കെ ഗൈസ്, വീണ്ടും നമ്മൾ അത് തലടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ പൈപ്പ് വെച്ചിട്ട് ഇരുമ്പിൻ്റെ പൈപ്പ് വെച്ചിട്ട്. ഓക്കെ ഗൈസ്, നമുക്കിത് ഇനി ഫ്രണ്ടിലേക്ക് പോവാം. ഗൈസ്, നമുക്ക് എന്തായാലും 3 പേർക്ക് രക്ഷപ്പെടാനുള്ള വഴി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഏതായാലും നിൽക്കാം. സോംബിക്ക് വേറെ സോംബി വന്നിട്ട് നമുക്ക് എന്തായാലും നമ്മൾ തലടിച്ച് പൊളിക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല എഫക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലത് വീണ്ടും നമുക്ക് പൊളിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ നല്ല തൊഴി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് അവരെ വെടി വെക്കുന്നുണ്ട് കേട്ടോ അവരെ. അപ്പോൾ നമുക്ക് എന്തായാലും കൈ ഇടിച്ച് പൊളിച്ച് പപ്പടാക്കട്ടെ പറ്റുങ്ങളെ. ഓക്കെ, അവർ ഷൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. ഓക്കെ, നമുക്കിവിടെ വേറെ ഡോറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവർ ഏരിയ കൂടെ വരണേ. എന്തായാലും നമുക്ക് അതിൽ കൂടെ പോകാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ വല്ല വഴി നോക്കണം. നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയത് അല്ലെങ്കിൽ നമ്മുടെ പെട്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല. നമുക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല വഴി നോക്കാം കേട്ടോ. അത് ഗേസ് നമുക്കിത് അതിൻ്റെ മേലെ കൂടെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഗേസ് നമുക്കിത് അതിൻ്റെ മേലെ കൂടെ രക്ഷപ്പെടാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ അതിൻ്റെ മണ്ടേ കയറുന്ന അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. ഓക്കെ, അവർ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കിത് ഈ സാധനം നമ്മുടെ കാർട്ടിലിട്ടിട്ട് നമുക്ക് തള്ളിയ വിൻഡോയുടെ അവിടെ നിന്നിട്ട് ചാടി പോകട്ടാ. ഗൈസ് നല്ല അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ പറഞ്ഞു നിങ്ങൾ അവരെ വെടിവെച്ച് കൊല്ലും. ഞാൻ അപ്പോഴേക്കും ഈ സാധനം മുന്തി തള്ളി അവിടെ എത്തിക്കാന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വരുന്ന സോംബീസിനെ എന്തായാലും കൊന്നു കളയാം. എന്തായാലും ബാക്കിൽ നിന്ന് ഒരാളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ. കേസ് നമ്മൾ പൈപ്പ് റേഞ്ച് തലമുണ്ട അടിച്ച് പൊളിക്കണം. ഇനി അടുത്ത് വേറെ ആരും ആക്കി കേസ് വന്നിട്ടുണ്ട്. നമുക്ക് പൊട്ടിക്കാട്ടോ. അത് നല്ല പൊളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സോംബീസ് ഉണ്ടോ നോക്കണം.
ഒരു സോംബി ഉണ്ട്, നമ്മൾ തോക്ക് വെടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കേസ് ചാവണില്ല, എന്തായാലും പൈപ്പ് ലൈൻ പൊളിക്കേണ്ടി വരും. ഓക്കെ നമ്മുടെ ഇതേ സോമിക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റിയില്ല, നമുക്ക് എന്തായാലും ഇത് രക്ഷിക്കാട്ടെ, ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഓക്കെ ഇനി വേറെ ആരോടൊന്ന് നോക്കാട്ടെ, നമുക്ക് വേഗം വേറെ രക്ഷപ്പെടണം. ഇതേ സോംബികൾ കൂടി കൂടി വരാണ്, നമ്മൾ വേഗം വേഗം ഇവരെ തീർക്കേണ്ടി വരും. ഇതേ നമ്മുടെ തോക്കിൻ്റെ ഉണ്ടയൊക്കെ കഴിയാൻ തുടങ്ങിയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് വേഗം എന്തായാലും ഇതേ കൊന്നിട്ടുണ്ട് അവനവിടെ. അപ്പോൾ നമുക്ക് വേഗം സോംബീസ് വരുന്നതിന് മുമ്പ് ഒക്കെ തീർക്കണം കേട്ടോ. നമുക്ക് ആ സാധനം എങ്ങനെയെങ്കിലും തള്ളി അവനെ അവിടെ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവനെ ഡിഫെൻഡ് ചെയ്താണെന്നാണ് പറയണേ. ഗൈസ് നമ്മളെന്തായാലും ഇടിച്ച് പൊളിക്കുകയാണ്. ഓക്കെ ഗൈസ് ഇത് പുറകിൽ നിന്നൊക്കെ എന്തായാലും ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും അടി ബഹളം മാത്രമല്ല കേട്ടോ. അവൻ്റെ എന്തായാലും അറ്റാക്കിങ് സ്കില്ല് ഭയങ്കര നല്ല അടിപൊളിയാണ്. അതായത് നമ്മുടെ തോക്ക് വെച്ച് വെടി വെച്ചിട്ടും കാര്യമില്ല, വെച്ചിട്ട് നല്ല പവറാണ്. ഇത് പൊളിച്ച് തലടിച്ച് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് നമ്മൾ കൊന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ് ദേ അങ്ങനെ ദേ സാധനം നമ്മുടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജനാല വഴി പുറത്ത് പോകാം. ഓക്കെ ഗൈസ് നല്ല കൊടും സ്നോ കാറ്റാണ്. അപ്പോൾ നമ്മളെന്തായാലും വേഗം പോകാട്ടോ. ഓക്കെ നമ്മുടെ പിന്നാലെ വരാൻ പറയുന്നുണ്ട്, നിൽക്കരുതെന്നാണ് പറയണത്, പിന്നാലെ വരാനാണ് പറയണേ ഗൈസ്. അപ്പോൾ എന്ത് വന്നാലും നിൽക്കരുതെന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പിന്നാലെ പോകുക, ജസ്റ്റ് മിസ്സിനാണ്. അതേ നമ്മുടെ തോപ്പിച്ച് വെടി വെച്ച് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേഗം ഓടി പോവാം ഗൈസ്. നമ്മളിത് ഞങ്ങൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇവർ സേഫ് ഹൗസ് ആണെന്ന് തോന്നുന്നു. നമ്മളിത് ഡോറൊക്കെ അടച്ചിട്ടുണ്ട് അവർ. അന്നേരം എന്തൊരു സാധനം വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ വെക്കുന്നുണ്ട് അവർ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ് നമ്മളവിടെ അങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് രക്ഷപ്പെട്ടിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാണ്. ടോമിയും ജോയിലാണ്. നമുക്ക് എന്തായാലും ഇവർ പേര് അറിയാം, ഇവരിപ്പോഴാണ് പരിചയപ്പെടണേ. അപ്പോൾ നമ്മുടെ കഥ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് പേടിച്ചെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ സേഫ് ഹൗസ്, ടോമിയും ജോയിലും. അപ്പോൾ ഇവര് ഈ ഏരിയയിലാണ് കേട്ടോ നമ്മുടെ ഈ ഇവിടുത്തെ സോംബികളൊക്കെ കൊല്ലുന്നതും ഇതാക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടേക്കാണ് നമ്മുടെ എലിയും ഡീനിയും കൂടി വന്നിട്ട് ഇവരെ ഇതാക്കാൻ പോണത്, റിട്രീവ് ചെയ്യാൻ പോണത്. എന്നിട്ട് അവരുടെ നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ എപ്പോഴാണെങ്കിൽ നമ്മുടെ സോംബിയുടെ തല്ലി പൊളിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകണമെന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ അബി പറയുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകുന്നതാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇതേ കുതിരകളുടെ അടുത്ത് കൊണ്ട് പോകട്ടെ, നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും സ്ഥലം വിടാനാണെന്ന് പറയണത്. ഗൈസ് കുറച്ചുകൂടെ റൂട്ടിൽ സോംബീസ് ഇല്ല കേട്ടോ, അതേ സോംബീസുകൾ വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതേ ബാക്കിൽ സോംബീസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം പോവാണ് സോംബീസ്. ഓക്കെ ഗൈസ് ദേ കഥ പെട്ടെന്ന് ചേഞ്ച് ചെയ്യട്ടെ. നമ്മുടെ എലിയും ഡാനിയുടെ അടുത്ത് വന്നോട്ടെ ഗൈസ്. ദേ ഇവരെന്തോ ഒരു ഉദ്ദേശം ശരിയല്ല, ഇവരെന്തോ കൂടി സംസാരിക്കുകയാണ്. ചിലപ്പോൾ ഗേൾസ് ടോക്ക് ആയിരിക്കും കേട്ടോ, നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഇവരെ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് പാട്ടാണ്, എന്നാലാണ് നമ്മുടെ ഈ ഗെയിമിൻ്റെ സീരീസ് നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ല അടിപൊളി ഗെയിം പ്ലേ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ ശരിക്കും നല്ലൊരു സൂപ്പർ നല്ല സിനിമ പോലെയാണ് നമ്മുടെ ഈ ഗെയിം പ്ലേ വരുന്നത്. ഓക്കെ നമ്മുടെ എലിയും ഡീനിയും ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡോമിനും ജോയിലും നമ്മുടെ അവരെ ഡ്യൂട്ടിയിൽ നിന്ന് പറഞ്ഞു വിടാനാണ്. കാരണം ഇത്ര കൊല്ലമായിട്ട് അവർ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടതൊക്കെ ചെയ്യുന്നത്. ഇവർക്ക് വയസ്സായ കാരണം റിട്ടയർമെന്റ് കൊടുക്കാനാണ് ഇവർക്കാണ് ഇനി ചുമതലയൊക്കെ വരണേ. അപ്പോൾ അത് കാരണമാണ് ഇവർ ഇത്ര ദൂരം സഞ്ചരിച്ച് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഓരോ ലോഗ് ബുക്ക് ഉണ്ട് കേട്ടോ, ഓരോ സേഫ് ഹൗസ് പോലെ സ്ഥലങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ എഴുതണം, ഇങ്ങനെ സോംബീസ് ഇല്ല, ഓൾ ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കും കേട്ടോ. കാരണം ഈ സ്ഥലം സേഫ് ആണെന്നൊക്കെ അറിയാനാണ് ഗൈസ്. അപ്പോൾ ഇവർക്ക് ഓരോരുത്തരും ഓരോ റൂളിലാണ് ജീവിക്കണേ. അപ്പോൾ ഇത് വേറൊരു ടൗണിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അബിയുടെ ടീം എന്ന് പറയുന്നത് ഇങ്ങനെ വേറെ എന്തോ അന്വേഷിച്ച് നടക്കുന്ന ടീമുകളാണ്. അവർക്കും വേറെ ഹൈഡ് ഔട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ടൗണിൽ നമ്മുടെ എലിയും ഡീനിയും താമസിക്കുന്ന ടൗണിൽ നിന്ന് ആരെ കണ്ടുപിടിക്കാനാണ് ഗൈസ് നമ്മുടെ ഈ അബി വന്നിരിക്കണേ. അപ്പോൾ അബി നേരെ പോയിട്ട് സോംബികളുടെ ഇടയിൽ പെട്ടുപോയി. അവിടെ ഒരു ഔട്ട് പോസ്റ്റ് കണ്ടു. അപ്പോൾ അബി മനഃപൂർവ്വം പോയതാണ് ആ ഔട്ട് പോസ്റ്റിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അത് അതിൻ്റെ ഇടക്കൂടെ ഇവരെന്തോ കുളിച്ച പരിപാടിക്ക് പോകാൻ പോയതാണ്. അപ്പോൾ ആര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത് ജസ്സാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അത് ഡീന പറഞ്ഞിട്ട് ജസ്സോ അയ്യോ പെട്ടു എന്ന് പറഞ്ഞിട്ട് അവര് ഡ്രസ്സൊക്കെ ഇടാണ്. ഓക്കെ ഗൈസ് നമ്മുടെ ജസ്സിന്റെ ടെൻഷനിലാട്ട വന്നേ. അപ്പൊ ജസ് വിചാരിച്ച് ഇവർക്ക് ഇതിന് പറ്റിയെന്ന്. പക്ഷെ ഇവര് വേറെ മൂഡിലാട്ടാ, ഇവര് വേറെ വൈബിലാണ് നടക്കണം. അപ്പൊ ജസ് ചോദിക്കുന്നുണ്ട് നീ എന്ത് കളിയാക്കണോണ്ട് ഇത്ര പ്രശ്നങ്ങൾ നടക്കുന്ന, എല്ലാരും നിന്നെയാണ് നോക്കി നിക്കണേന്ന് പറഞ്ഞിട്ടാണ് ഇവരെ നോക്കണേ. ഇവരാണെങ്കിൽ ഇവിടെ അടിച്ചു പൊളിച്ച് കഞ്ചാവൊക്കെ അടിച്ച് രസിച്ച് തുടർന്ന് നടക്കാനട്ടാ ഗൈസ്. ഓക്കെ ഗൈസ് എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് തോന്നിട്ട് നമ്മുടെ ടോമിന്റെയും ജോയിന്റെയും ഹോഴ്സുകള് കുതിരകള് എന്തോ ലൈറ്റ് ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ ഇവർക്ക് എന്തോ പ്രശ്നമായിട്ടാണ് നമ്മുടെ ജസ്സി പറയണേട്ടാ. അപ്പോൾ ഇവർ രണ്ടുപേരും പേടിച്ചു വിട്ടാ. അപ്പൊ നമ്മുടെ എലിക്കാണ് കുറച്ചുകൂടി പേടി. അപ്പൊ എലി പറയുകയാണെങ്കിൽ വാ പോവാം, നമുക്ക് എന്തായാലും സ്പ്ലിറ്റ് ചെയ്യാം, നമുക്ക് കാര്യങ്ങളൊക്കെ പോവാം, നമുക്ക് എന്തായാലും അവരെ പറ്റി അന്വേഷിക്കാം. അപ്പൊ കുറെ റീജൻ ഉണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പൊ ഇവര് കുറച്ച് ടൈമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പയ്യെ നോക്കാനുള്ള സ്കീമിലായിരുന്നു കേട്ടാ. അപ്പൊ എലി പറയണം നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാന്ന്. അപ്പൊ ജസ് പറയണേ ഞാൻ സൗത്ത് പോവാം, നീ ഈസ്റ്റ് പോയിക്കോ, നമ്മുടെ ഡീന വെസ്റ്റ് പോകാനാണ് പറയണേ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.